ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനിയിലും നിലമ്പൂരിലുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്കും നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന പൊന്നാനി കടവനാട് ബഡ്സ് സ്കൂളിലെ ബസ്സാണ് ചമ്രവട്ടം പ്രീമിയർ ലാബിന് സമീപത്ത് വെച്ച് ഡീസൽ ടാങ്ക് ഭാഗത്തെ വയർ ഷോർട്ടായി തീപിടിച്ചത്. ഡ്രൈവർ അക്ബറിന്റെ അവസരോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. സൗദിയിൽ വാഹനാപകടത്തിൽ വേങ്ങര സ്വദേശി മരിച്ചു. വലിയോറ ചെനക്കൽ സ്കൂൾ റോഡ് സ്വദേശി ഹുസൈനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. താനൂരിലെ 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അപകടാവസ്ഥയിലായ അങ്ങാടിപ്പാലത്തിൽ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉയര നിയന്ത്രണ കമാനം സ്ഥാപിക്കുന്നു. നിയന്ത്രണ കമാനം വേണമെന്ന് നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു. നഗരസഭയും കമാനം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് അറുതിയായി. മുത്തന്താണ്ട് VBC ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. അപ്രോച്ച് റോഡ് ഉടൻ പൂർത്തിയാക്കി ഗതാഗതം തുടരും. കനത്ത മഴയിൽ കടലുണ്ടിപ്പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് വേങ്ങര പഞ്ചായത്തിലെ ബാക്കിക്കയം റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും പൂർണ്ണമായും തുറന്നു. നിലവിലെ ജലനിരപ്പ് 6.10 മീറ്ററാണ്. റെഗുലേറ്ററിന്റെ മുന്നറിയിപ്പ് ലെവൽ 5.8 മീറ്ററും അപകട ലെവൽ 6.8 മീറ്ററുമാണ്. ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഉൾപ്പെടെ തുറന്നതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇന്നലെ വൈകിട്ട് 6-ന് 6.78 മീറ്ററാണ് പുഴയിലെ ജലനിരപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായാണ് നിളയിലെ ജലനിരപ്പ് ഇത്രയും ഉയരുന്നത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്തിലെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ റെസ നിർമ്മാണത്തിന് പാരിസ്ഥിതികാനുമതിയായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടി. കഴിഞ്ഞ ദിവസമാണ് പാരിസ്ഥിതിക വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത്. മലയോര മേഖലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പുഴയും തോടും കരകവിഞ്ഞ് പലയിടത്തും കൃഷി നശിച്ചു. ചാലിയാറിൽ കരയിടിച്ചിലും വ്യാപകമാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.